ലോകം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയാണ്. പശ്ചിമേഷ്യയുടെ മണ്ണ് യുദ്ധാഗ്നിയിൽ വെന്തുരുകാൻ തുടങ്ങിയിട്ട് ഇന്ന് 5 ദിവസം പിന്നിടുന്നു. എന്നാൽ ഈ 5 ദിവസങ്ങൾ ലോകത്തിന് നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും കരുതിയതുപോലെ ഇറാനെ അത്ര വേഗം പിടിച്ചു കെട്ടാനോ നിശബ്ദമാക്കാനോ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ലോകത്തിന്റെ പോലീസ് ചമയുന്ന അമേരിക്കയും അത്യാധുനിക ആയുധങ്ങളുടെ കരുത്തിലുള്ള ഇസ്രയേലും ഒരുമിച്ച് ആഞ്ഞടിച്ചിട്ടും ഇറാൻ ഇപ്പോഴും തലയുയർത്തി തന്നെ നിൽക്കുന്നത് എന്നത് ഭരണതന്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യം ഇറാന്റെ ഭരണം അട്ടിമറിക്കുക എന്നതായിരുന്നു. തങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന, തങ്ങളുടെ താളത്തിന് തുള്ളുന്ന ഒരു പാവ ഭരണകൂടത്തെ ടെഹ്റാനിൽ പ്രതിഷ്ഠിക്കാമെന്നായിരുന്നു ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ അമ്പെ പാളിയിരിക്കുന്നു. ഇറാന്റെ ഓരോ മിസൈൽ വിക്ഷേപണ തറകളും തങ്ങൾ തകർത്തു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും ആ വാക്കുകൾക്ക് പുല്ലുവിലയാണ് നിലവിലെ സാഹചര്യം നൽകുന്നത്. ട്രംപ് മാധ്യമങ്ങൾ മുന്നിൽ വിജയപേരി മുഴക്കുമ്പോൾ തന്നെ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകൾ തുരുതുരാ പതിക്കുകയാണ്. തങ്ങൾ തകർത്തു എന്ന് ട്രംപ് അവകാശപ്പെടുന്ന അതേ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇറാൻ ഈ മറുപടി നൽകുന്നത് എന്നത് അമേരിക്കയുടെ ഇന്റലിജൻസ് പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആയുധങ്ങൾ കൊണ്ടും ഭീഷണി കൊണ്ടും മാത്രം ഒരു പരമാധികാര രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന് കരുതുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണെന്ന് ഈ 5-ാം ദിനവും തെളിയിക്കുന്നു. ലോകത്തെ മുഴുവൻ ഉൾമുനയിലാക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണ് എന്ന ഇറാന്റെ നിലപാട് ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ ഭീകരമാണ്. സമാധാന ചർച്ചകൾക്കോ നയതന്ത്ര ഇടപെടലുകൾക്കോ ഇനി തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പച്ചയായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പിശാചുക്കളുമായുള്ള യുദ്ധം ഞങ്ങൾ തുടരും എന്ന അവരുടെ പ്രഖ്യാപനം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടമില്ലാത്ത വിധം കടുത്തതാണ്. ഈ വാക്കുകൾ ഇറാനിലെ തെരുവുകളിൽ അലയടിക്കുമ്പോൾ അത് കേൾക്കുന്നത് വെറും ഒരു യുദ്ധ പ്രഖ്യാപനമായല്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പ്രതിഷേധമായോ അല്ലെങ്കിൽ അവരുടെ പിടിവാശിയായോ ഇതിനെ കാണേണ്ടി വരും. ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും യാതൊരുവിധ ചർച്ചകളുടെയും ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നുമുള്ള നിലപാട് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനോ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാനോ തനിക്ക് കഴിയുമെന്ന ട്രംപിന്റെ അമിത ആത്മവിശ്വാസം ഇന്ന് വലിയൊരു പരാജയമായി മാറുകയാണ്. ഇറാനെ പരിപൂർണമായി നശിപ്പിക്കാതെ, ആ മണ്ണിലെ ഓരോ മനുഷ്യനെയും ഇല്ലാതാക്കാതെ അവിടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം സാധ്യമല്ല എന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഒരു രാജ്യത്തെ ജനാധിപത്യപരമായ രീതിയിൽ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം തോക്കിൻ മുനയിൽ ഭരണം മാറ്റാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം ഇത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് സമാധാനകാംക്ഷികൾ എപ്പോഴും മുന്നറിയിപ്പ് നൽകാറുള്ളതാണ്. ഇറാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ഈ മരണവാതിൽ വരെയുള്ള പോരാട്ടം ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പോലും തകർക്കാൻ പോകുന്ന ഒന്നാണ്. ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാട് ലോകത്തെ 3-ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ധിക്കാരവും ഇസ്രയേലിന്റെ ആക്രമണോത്സുകതയും ഇറാന്റെ കടുത്ത മതഭ്രാന്തിൽ അധിഷ്ഠിതമായ പ്രതിരോധവും കൂട്ടിമുട്ടുമ്പോൾ നടുവിൽ ചതഞ്ഞരയുന്നത് നിസ്സഹായരായ മനുഷ്യരാണ്. ഇറാന്റെ ഭരണകൂടത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ആ രാജ്യത്തെ മൊത്തമായി നശിപ്പിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപും നെതന്യാഹുവും വിരിച്ച വലയിൽ ഇറാൻ വീണില്ലെന്ന് മാത്രമല്ല, അവർ ആ വല മുറിച്ചു മാറ്റി കൂടുതൽ അക്രമാസക്തരായി തിരിച്ചടിക്കുകയാണ്. 5-ാം ദിവസം പിന്നിടുമ്പോൾ യുദ്ധക്കളത്തിൽ നിന്നും വരുന്ന ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളാണെന്നാണ്.
ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണകൂടവും അവരെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയ രണ്ട് വൻ ശക്തികളും തമ്മിലുള്ള ഈ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നായി മാറും. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ ഇനി തോക്കുകൾക്കും മിസൈലുകൾക്കും മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ട്രംപിനും ഇസ്രയേലിനും ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഇറാനെ അടിച്ചമർത്തുക എന്നത് അവർ കരുതിയതുപോലെ അത്ര എളുപ്പമല്ല. അത് ചോരയും കണ്ണീരും നിറഞ്ഞ ഒരു നീണ്ട പാതയാണ്. ആ പാതയുടെ അന്ത്യത്തിൽ ആരാണ് വിജയിക്കുക എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ ലോകം മുഴുവൻ ഇതിന്റെ വില നൽകേണ്ടി വരും എന്നത് ഉറപ്പായ കാര്യമാണ്. യുദ്ധം വെറുമൊരു ആയുധ പോരാട്ടമല്ല, അത് രാജ്യങ്ങളുടെ നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക ദുരന്തം കൂടിയാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരെ പട നയിക്കുന്ന അമേരിക്ക ഇന്ന് അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ ദിവസവും യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവാക്കുന്നത് ഏകദേശം 7000 കോടി രൂപയാണ്. ഈ നിലയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറഞ്ഞത് 18 ലക്ഷം കോടി രൂപയുടെയെങ്കിലും ഭീമമായ ബാധ്യത അമേരിക്കയുടെ തലയിൽ വന്നു ചേരും. ഇപ്പോഴത്തെ ദുർബലമായ ആഗോള സാമ്പത്തിക സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു തുക യുദ്ധത്തിനായി എടുത്തുപയോഗിക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാമ്പത്തിക ആഘാതത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ അമേരിക്ക പെടാപ്പാട് പെടേണ്ടി വരുമെന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക തകർച്ചയുടെ ഭീതി അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നിട്ടിരിക്കുന്നത്. യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടത് എന്ന മുദ്രാവാക്യം ഉയർത്തി അമേരിക്കൻ തെരുവുകളിൽ യുദ്ധവിരുദ്ധ ക്യാമ്പയിനുകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണം അനാവശ്യമായ യുദ്ധങ്ങൾക്കായി വിദേശ മണ്ണിൽ ഒഴുക്കുന്നതിനെതിരെ ശക്തമായ ജനവികാരം രൂപപ്പെട്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ പ്രതിഫലനം ഏറ്റവും പുതിയ സർവേ ഫലങ്ങളിലും ദൃശ്യമാണ്. ട്രംപിനുള്ള ജനപിന്തുണ ഇപ്പോൾ 27% താഴേക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുറഞ്ഞ ജനപിന്തുണ എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഇറാൻ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്. യുദ്ധം എത്രത്തോളം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാമോ അത്രത്തോളം നീട്ടുക. അങ്ങനെ വന്നാൽ അമേരിക്ക സാമ്പത്തികമായും രാഷ്ട്രീയമായും തകരുമെന്നും അത് ഗൾഫ് മേഖലയിലും ആഗോള തലത്തിലും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സ്വാധീനം കുറയ്ക്കുമെന്നും ഇറാൻ കണക്കുകൂട്ടുന്നു. ഇറാന്റെ ഈ തന്ത്രം വിജയിച്ചാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കാൻ കാരണമായേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ തന്റെ ജനപ്രീതി ഇടിയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും പിൻവാങ്ങാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. കൂടുതൽ അക്രമാസക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. യുദ്ധം വീണ്ടും കടുപ്പിക്കുമെന്നും ഇറാനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുമെന്നുമാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ച് പാഡുകളും യുദ്ധ സാമഗ്രികളും പൂർണ്ണമായും തകർത്തുകൊണ്ട് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതെ അതിശക്തമായ പ്രഹരങ്ങളിലൂടെ ഇറാന്റെ നട്ടെല്ലൊടിക്കുകയും അവിടെ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണമാറ്റം ഉടനടി കൊണ്ടുവരികയുമാണ് ട്രംപിന്റെ തന്ത്രം. ഈ ക്വിക്ക് പ്രോസസ് അല്ലെങ്കിൽ വേഗത്തിലുള്ള അധിനിവേശം വിജയിച്ചാൽ മാത്രമേ ട്രംപിന് തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വീണ്ടെടുക്കാനും സാമ്പത്തിക ചോർച്ച തടയാനും കഴിയൂ. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഇറാനും തകർക്കാൻ തുനിഞ്ഞിറങ്ങിയ അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം ലോകത്തെ എങ്ങോട്ടാണ് എത്തിക്കുക എന്നത് ഇപ്പോഴും പ്രവചനാതീതമായി തുടരുകയാണ്.